തോമസ് ലിയ യഥാർത്ഥത്തിൽ ഭാരതത്തിൽ വന്നിട്ടുണ്ടോ? ഇന്ത്യയിലേക്ക് വരാൻ എല്ലാ അനുകൂല സാഹചര്യമായിട്ട് മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങൾക്ക് ഒരു ബന്ധമുണ്ട്. ക്രിസ്തുവിന് മുൻപും ഇന്ത്യ അറിയപ്പെടുന്ന രാജ്യം. പ്രധാനപ്പെട്ട തെളിവുകൾ എന്തൊക്കെയാണ് തോമസ് ലിയ കേരളത്തിൽ എത്തിയിട്ടുണ്ട് എന്നതിന്? തോമസ് ലിയയുടെ കബറിടം ലോകത്ത് വേറൊരിടത്തും ഇല്ല. ഫ്രാൻസിസ് സേവ്യർ തോമസ് ലിയ കബറിടത്തിൽ പോകുന്നുണ്ടായിരുന്നു എന്ന് എന്തെങ്കിലും എഴുതപ്പെട്ട രേഖകളുണ്ടോ? തോമായുടെ നടപടികൾ, ആക്ട്സ് ഓഫ് തോമസ്. റംബാൻ പാട്ടുകളെ കുറിച്ച് സൂചിപ്പിച്ചല്ലോ. പാട്ട് എന്ന് പറയാൻ കാരണം ഒരു റംബാൻ അത് വിവർത്തനം ചെയ്ത് ഉന്നത ജാതീയരായിട്ടുള്ള ഹൈന്ദവരെയാണ് മമ്മൂദീസ കൊടുത്തതെന്ന്. നൂറ്റാണ്ടിലെ കേരളത്തില് ശൈവൈസ്, വൈഷ്ണവൈസ്, ബ്രാഹ്മണാസ് അങ്ങനെ രണ്ടുമൂന്ന് വിഭാഗങ്ങളാണ് ഹൈന്ദവ മതത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നത്. കാലാവസ്ഥയല്ലേ, നാളെ നല്ല മഴയാണെന്ന് പറഞ്ഞു കേട്ടെ. നാളെ ദുഃഖറാനല്ലേ, നല്ല മഴയായിരിക്കും. ദുഃഖറായുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച എൻ്റെ സൺഡേ ക്ലാസ്സിലെ പിള്ളേരോട് ദുഃഖറാനെക്കുറിച്ചും തോമസ് ലിയയെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പോൾ ഒരു ചെക്കൻ എന്നോട് ചോദിക്കുക, ഇതൊക്കെ സത്യമാണോ, ഇതൊക്കെ വെറും കോൺസ്പിറസി തിയറി അല്ലേ, മിത്തല്ലേ എന്നൊക്കെ. എന്താണ് എൻ്റെയും ക്ലാസ്സിൽ കുറേ പിള്ളേർ ചോദിച്ചു അതിനൊക്കെ തെളിവ് എന്താ, തോമസ് ലിയ വന്നിട്ടുണ്ടോ, ആരൊക്കെയോ പറഞ്ഞുണ്ടാക്കണല്ലേ, കാരിസം ക്ലാസ്സിൽ ഞങ്ങൾ കേട്ടിട്ടുള്ളൂ എന്നൊക്കെ. എടാ, നമ്മളെ ഇതിനെക്കുറിച്ചൊക്കെ ഒരു അച്ഛൻ വന്ന് പഠിപ്പിച്ചിട്ടില്ലേ, ഈ തോമസ് ലിയ വന്നതിനെക്കുറിച്ചും അതിൻ്റെ ഹിസ്റ്റോറിക്കൽ പ്രൂഫ്സും കാര്യങ്ങളൊക്കെ? നമ്മുടെ ക്ലാസ്സിൽ ഏതോ ഒരു അച്ഛൻ വന്ന് പഠിപ്പിച്ച എനിക്ക് ഓർമ്മയുണ്ട്. നമുക്ക് അച്ഛനൊന്ന് പോയി കണ്ടാലോ, എന്നിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി ക്ലിയർ ആയിട്ട് നമുക്ക് പിള്ളേർക്കൊക്കെ പറഞ്ഞു കൊടുക്കാമല്ലോ. അന്ന് ആ അച്ഛനെ പോയി കാണാം. സെറ്റ്. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവിൻ എന്ന യേശുവിൻ്റെ കൽപ്പനയെ നെഞ്ചേറ്റിക്കൊണ്ട് ഭാരതത്തിൽ വരെ എത്തി, കേരളത്തിൽ വരെ എത്തി ഈശോയുടെ സുവിശേഷം നൽകി തമിഴ്നാട്ടിലെ മൈലാപ്പൂരിൽ വെച്ച് തൻ്റെ അവസാനത്തുള്ള രക്തം പോലും യേശുവിന് വേണ്ടി നൽകിയ തോമസ് ലീഹായെ നാം ഇന്ന് ഈ ജൂലൈ 3-ാം തീയതി പ്രത്യേകമായിട്ട് ഓർക്കുകയാണല്ലോ. ആദ്യമേ തന്നെ എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ ദുഃഖറാന തിരുനാളിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുകയാണ്. തോമസ് ലിയ യഥാർത്ഥത്തിൽ ഭാരതത്തിൽ വന്നിട്ടുണ്ടോ, വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തെളിവുകൾ എന്തൊക്കെയാണ് തുടങ്ങിയ സംശയങ്ങളൊക്കെ പലപ്പോഴും നമുക്കൊക്കെ തോന്നാറുള്ളതാണ്, അല്ലെങ്കിൽ പലരും ചോദിക്കാറുള്ളതാണ്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഇന്ന് ചരിത്രത്തിൻ്റെ തെളിവുകളോടുകൂടി, ചരിത്രപരമായ വസ്തുതകളോടുകൂടി നമുക്ക് ഉത്തരങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഒരു വിശിഷ്ട വ്യക്തിത്വമാണുള്ളത്. മറ്റാരുമല്ല, അത് ബഹുമാനപ്പെട്ട ജെയിംസ് പുളിയുറുമ്പിലച്ചനാണ്. വ്യക്തിപരമായി ഞങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു അധ്യാപകനാണ് അദ്ദേഹം. സെമിനാരിയിൽ തിയോളജി പഠിക്കുന്ന സമയത്ത് സഭാചരിത്രത്തെക്കുറിച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള ക്ലാസ്സുകൾ ഞങ്ങൾക്ക് വേണ്ടി എടുത്തു തന്നിട്ടുള്ളത് അച്ഛനാണ്. റോമിലെ ഗ്രിഗോറിയൻ സർവകലാശാലയിൽ നിന്നും സഭാചരിത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയ അദ്ദേഹം കേരളത്തിലെ പല സെമിനാരികളിലും ഇന്ന് സഭാചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ വളരെയധികം വിലമതിക്കപ്പെടുന്നുണ്ട്. ഏറ്റവും സ്നേഹത്തോടുകൂടി ജെയിംസ് പുളിയുറുമ്പിലച്ചനെ ഈ ഒരു സംഭാഷണത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്ന അച്ഛാ, ഇന്ന് ദുഃഖറാന തിരുനാളാണല്ലോ നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ പലർക്കും ഈ ദുഃഖറാന എന്താണ്, അല്ലെങ്കിൽ ഈ വാക്കിൻ്റെ അർത്ഥം എന്താണ്, ഈ വാക്ക് ഏത് ഭാഷയിൽ നിന്ന് വരുന്നു എന്നതിനെക്കുറിച്ച് സംശയങ്ങളുണ്ട്. ഈ ദുഃഖറാന എന്നുള്ള പേരിനെ കുറിച്ചും ആ പേര് സൂചിപ്പിക്കുന്നത് എന്താണെന്നതിനെ കുറിച്ച് അച്ഛനെന്ന് പറയാൻ പറ്റുമോ? ദുഃഖറാന എന്നത് ഒരു സുറിയാനി പദമാണ്. ഓർമ്മ അല്ലെങ്കിൽ ഓർമ്മദിനം എന്നാണ് അതിനർത്ഥം. ഈ പദം ആദ്യകാലം മുതൽ എന്നതുപോലെ ഉപയോഗിക്കപ്പെടുന്നതാണ്. കാരണം ചരിത്രത്തിലെ എല്ലാ ചരിത്ര പുസ്തകങ്ങളിലും ആ പദം ഉപയോഗിച്ച് കാണുന്നുണ്ട്. തോമസ് ലീഹായെ ഓർക്കാനുള്ള ഏറ്റവും പ്രത്യേക ദിനം അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വ ദിനം ആയിട്ടാണ് ഈ ദുഃഖറാന അല്ലെങ്കിൽ ജൂലൈ 3 നമ്മൾ ചിന്തിക്കുക. തോമസ് ലീഹായുടെ രക്തസാക്ഷിത്വത്തിൻ്റെ 1953-ാം വർഷമാവാൻ ഈ വർഷം 2025. അതുകൊണ്ട് അങ്ങനെ 1953 എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വലിയ കാലഘട്ടം ആണ്. എങ്കിലും ഇന്നും ആ ഓർമ്മ നിലനിർത്തുന്നു എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഓക്കെ, നീണ്ട ഒരു കാലഘട്ടം, ഏകദേശം 1953 വർഷങ്ങളായി തോമസ് ലീഹ ഭാരതത്തിൽ വന്നതിന് ശേഷം. അപ്പം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടെയും പല ആളുകളും തോമസ് ലീഹയുടെ ഭാരതത്തിലേക്കുള്ള വരവ് അല്ലെങ്കിൽ ആ ഒരു സംഭവത്തെയൊക്കെ ഒരു സംശയത്തോടെ കാണുന്നവരുണ്ട്. പല ചരിത്രകാരന്മാരും തോമസ് ലീഹ ഭാരതത്തിൽ വന്നോ എന്നതിനെ സംബന്ധിച്ച് സംശയം പ്രകടിപ്പിക്കുന്നതായിട്ടും വായിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ശരിക്കും ഈ ഒരു സംഭവത്തെ അച്ഛനൊരു ചരിത്രകാരൻ എന്ന രീതിയിൽ തോമസ് ലീഹയുടെ ഭാരതത്തിലെ വരവിനെ കുറിച്ചും അച്ഛനൊന്ന് ചരിത്രപരമായിട്ടൊന്ന് വിശദീകരിക്കാൻ സാധിക്കുമോ? ശരിക്കും തോമസ് ലീഹ ഭാരതത്തിൽ വന്നെങ്കിൽ അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള തെളിവുകൾ എന്തൊക്കെയാണ്?
യഥാർത്ഥത്തിൽ അദ്ദേഹം വന്നോ എന്നതിനെക്കുറിച്ചൊക്കെ അച്ഛനൊന്ന് സംസാരിക്കാൻ സാധിക്കും? ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ 1950 വർഷങ്ങൾ പിറകോട്ട് ചിന്തിക്കുമ്പോൾ വളരെ വ്യത്യസ്തപ്പെട്ട ഒരു ലോകം അല്ലെങ്കിൽ കാലമാണത്. അതുകൊണ്ട് ഇന്നത്തെ ഒരു കാര്യവുമായിട്ട് നമുക്കതിനെ താരതമ്യപ്പെടുത്താൻ പറ്റത്തില്ല. യാത്രാ സൗകര്യങ്ങളോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളോ വളരെ വ്യത്യസ്തമായിരുന്നു. എങ്കിലും തോമാസ് ലീഹായ്ക്ക് ഇന്ത്യയിലേക്ക് വരാൻ എല്ലാ അനുകൂല സാഹചര്യം അന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പഠനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതിനുള്ള പ്രധാന കാരണം അന്നത്തെ മെഡിറ്ററേനിയൻ ലോകവും കേരളവും തമ്മിലുള്ള ബന്ധമാണ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ വ്യാപാരമാണ് പ്രധാനമായിട്ടും റോമാക്കാർക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. അതുകൊണ്ട് റോമാക്കാർ കേരളവുമായിട്ട് 1-ാം നൂറ്റാണ്ടിൽ ക്രിസ്തുവിന് മുൻപും തുടങ്ങിയ ബന്ധമാണ്. അത് തുടർന്നിരുന്നു. അപ്പം ആ ഒരു പശ്ചാത്തലം തോമാസ് ലീഹായ്ക്ക് ഇന്ത്യയിലേക്ക് വരാൻ സഹായകമായി. അതുകൊണ്ട് ഇന്ത്യയിലെത്തി എന്നുള്ളതിനെ ആർക്കും ഒരു കാരണത്തിൻ്റെ പേരിലും എതിർക്കാൻ പറ്റത്തില്ല. ഞാനിങ്ങനെ ബൈബിളിൽ ഇങ്ങനെ പലയിടത്തും ഇന്ത്യയെക്കുറിച്ച് പരാമർശിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സൂചിപ്പിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പേ ഭാരതവുമായിട്ട് ഈ മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങൾക്കൊക്കെ ഒരു ബന്ധമുണ്ടായിരുന്നു എന്നാണോ അത് സൂചിപ്പിക്കുന്നത്? അതെ, കാരണം ക്രിസ്തുവിന് മുൻപും ഇന്ത്യ അറിയപ്പെടുന്ന രാജ്യമായിരുന്നു. ഇന്ത്യ എന്നുള്ള പദം പോലും ഗ്രീക്ക് ഭാഷയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം നമ്മൾ ഭാരതം എന്ന് പറയുന്ന ഈ പ്രദേശം അല്ലെങ്കിൽ ഈ നാട് യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ പ്രധാനപ്പെട്ട രാജ്യമായിരുന്നു. അതുകൊണ്ടാണ് അവരുടെ പല എഴുത്തുകാരുടെയും ഗ്രന്ഥങ്ങളിൽ ഇന്ത്യ അല്ലെങ്കിൽ ഇന്തോസ് എന്നുള്ള പദം ഉപയോഗിച്ച് കാണുന്നത്. ഉദാഹരണത്തിന് ഹെറോഡാറ്റസ്, ചരിത്രത്തിൻ്റെ പിതാവായ ഹെറോഡാറ്റസ് 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ചയാണ് ക്രിസ്തുവിന് മുൻപ്. അദ്ദേഹത്തിൻ്റെ ദ ഹിസ്റ്ററീസ് എന്നുള്ള പുസ്തകത്തിൽ ഇന്ത്യയെപ്പറ്റി പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട്, വളരെ വിശദീകരിച്ചും പറയുന്നുണ്ട്. പ്രത്യേകിച്ച് 2 പുസ്തകങ്ങൾ 2 സ്ഥലത്ത് വളരെ വിശദീകരിച്ച് പറയുന്നുണ്ട് ലഭ്യമാകുന്ന വസ്തുക്കളെക്കുറിച്ച്. അപ്പം അദ്ദേഹം പറയുന്നത് ലോകത്തിൻ്റെ അതിർത്തി രാജ്യമാണ് ഇന്ത്യ എന്നുള്ള വിശേഷണം നൽകുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ അതുകൊണ്ട് അറിയപ്പെടുന്ന രാജ്യമായിരുന്നു ഈശോയുടെ കാലത്തിന് മുൻപ്, അല്ലെങ്കിൽ തോമാസ് ലീഹ ഇവിടുന്ന് വരുന്ന സമയത്തും അതുകൊണ്ട് ഇന്ത്യ അറിയപ്പെട്ടിരുന്നു. അതുകൊണ്ടൊരു അറിയത്തില്ലാത്തൊരു രാജ്യത്തിലേക്കല്ല, വഴികളില്ലാത്തൊരു രാജ്യത്തിലേക്കല്ല തോമാസ് ലീഹ എത്തുന്നത്. അപ്പം നമുക്ക് തോമാസ് ലീഹ ഭാരതത്തിലേക്ക് വന്നു എന്നതിൻ്റെ ചരിത്രപരമായിട്ടുള്ള തെളിവുകളെക്കുറിച്ച് ഒന്ന് സംസാരിക്കാം. പ്രധാനപ്പെട്ട തെളിവുകൾ എന്തൊക്കെയാണ് തോമാസ് ലീഹ കേരളത്തിൽ എത്തിയിട്ടുണ്ട് എന്നതിൻ്റെ? തോമാസ് ലീഹ ഭാരതത്തിൽ എത്തി, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ എത്തിയെന്നുള്ളതിന് നമുക്ക് പല തെളിവുകൾ നിരത്താനുണ്ട്. അതിലേറ്റവും പ്രധാന തെളിവായിട്ട് എനിക്ക് തോന്നുന്നത് തോമാസ് ലീഹായുടെ മൈലാപ്പൂരിലെ കബറിടമാണ്. ആ തോമാസ് ലീഹായുടെ കബറിടം ലോകത്ത് വേറൊരിടത്തും ഇല്ല. അപ്പം അതൊരു ലോജിക്കലായിട്ട് നമ്മൾ അങ്ങനെ പറയുന്നെങ്കിലും ചരിത്രപരമായിട്ട് നോക്കുമ്പോൾ തോമാസ് ലീഹായുടെ മൈലാപ്പൂരിലെ കബറിടത്തെപ്പറ്റി പല പഠനങ്ങളും നടത്തിയിട്ടുണ്ട്. ആർക്കിയോളജിക്കൽ പഠനവും ചെറിയ രൂപത്തിൽ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിദേശ ഗ്രന്ഥങ്ങളിലാണ് കൂടുതലും തോമാസ് ലീഹായുടെ മൈലാപ്പൂരിലെ കബറിടത്തെപ്പറ്റി നമ്മൾ കാണുക. പല കാലഘട്ടങ്ങളിലും തോമാസ് ലീഹയുടെ കബറിടം സന്ദർശിച്ച് വരുന്നവരുണ്ടായിരുന്നു. അത് യൂറോപ്പിൽ മാത്രമല്ല, മധ്യേഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും പോലും ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ഗ്രന്ഥങ്ങളിൽ മൈലാപ്പൂർ കബറിടത്തെപ്പറ്റി പറയുന്നുണ്ട്. വലിയ വിശദ വിവരങ്ങളായിട്ടില്ല എങ്കിലും തോമാസ് ലീഹയുടെ കബറിടം ഇന്നും വളരെ പൂജ്യമായിട്ട് തമിഴ്നാട്ടിൽ ആളുകൾ കണക്കാക്കുന്നു. നമ്മളും ഇടയ്ക്കൊക്കെ അങ്ങോട്ട് സന്ദർശനം നടത്താറുണ്ട്. ഇപ്പം തോമാസ് ലീഹയുടെ കബറിടത്തെക്കുറിച്ച് അച്ഛൻ പറഞ്ഞു. അപ്പം ഈ ഒരു തോമാസ് ലീഹ ഭാരതത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ വന്നിട്ടില്ല എന്ന് പറയുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് വേണമെങ്കിൽ പറയാം, ഈ ഒരു കബറിടം എന്ന് പറയുന്നത് നമ്മൾ പിന്നീട് ഉണ്ടാക്കിയെടുത്ത ഒരു കഥയാണ്, അല്ലെങ്കിൽ അത് യഥാർത്ഥത്തിൽ തോമാസ് ലീഹയുടെ കബറിടം അല്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെയൊക്കെ പറയുന്ന ഒരാളോട് നമുക്ക് എങ്ങനെ ചരിത്രപരമായിട്ട് അയാളെ നമുക്ക് നേരിടാനായിട്ട് പറ്റും? നമുക്ക് അങ്ങനെയുള്ള ഒരാളിനെ നമുക്ക് ചെറിയ തോതിലെങ്കിലും ബോധ്യപ്പെടുത്താൻ സാധിക്കും. കാരണം പോർച്ചുഗീസുകാർ 1542 മൈലാപ്പൂരിൽ വരുന്നത്. അവർ നേരത്തെ ചരിത്രം കുറച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഭാരതത്തെ തോമാസ് ലീഹയുമായിട്ട് ബന്ധപ്പെടുത്തി അവരുടെ പല എഴുത്തുകാർക്കും അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പല ചരിത്രകാരന്മാരുടെയും പഠനത്തിൻ്റെ വെളിച്ചത്തിൽ പോർച്ചുഗീസുകാർ മൈലാപ്പൂരിൽ പോകുന്നതും അവിടെ അവരുടെ ഇടവക സ്ഥാപിക്കുന്നുണ്ട്.
ആ ഇടവകയിൽ 1545 വികാരിയച്ഛൻ്റെ കൂടെ ഗസ്പാർ എന്നാണ് ആ വികാരിയച്ഛൻ്റെ പേര്, പോർച്ചുഗീസുകാരൻ. അദ്ദേഹത്തിൻ്റെ കൂടെ ഫ്രാൻസിസ് സേവിയർ 3 മാസങ്ങൾ താമസിക്കുന്നുണ്ട്. ഫ്രാൻസിസ് സേവിയർ ഇന്ത്യയിലെ പ്രവർത്തനത്തിന് ശേഷം ജപ്പാനിലേക്കും പിന്നെ മലാക്കയിലേക്കുമാണ് പോയത്. അങ്ങനെ ഇന്ത്യയിലും ജപ്പാനിലും മലാക്കയിലുമൊക്കെ എങ്ങനെ തൻ്റെ പ്രേക്ഷിത പ്രവർത്തനം നടത്തണം എന്ന് വെച്ചിട്ട് പ്ലാൻ ചെയ്യാൻ വേണ്ടിയും പ്രാർത്ഥിക്കാൻ വേണ്ടിയും പലപ്പോഴും ഈ ഗസ്പാർ അച്ഛൻ്റെ കൂടെ താമസിച്ചുകൊണ്ട് ഫ്രാൻസിസ് സേവിയർ തോമാസിലെ ഖബറിടത്തെങ്കിൽ പോകുന്നുണ്ടായിരുന്നു എന്ന് ഫ്രാൻസിസ് സേവിയറിൻ്റെ തന്നെ കത്തിൽ കാണാം, അദ്ദേഹം തൻ്റെ സുപ്പീരിയറിന് എഴുതുന്ന കത്തിൽ. അപ്പോൾ അത് തന്നെ ഒരു വലിയ തെളിവാണ്. ഭാരതത്തിൻ്റെ 2ാമത്തെ അപ്പസ്തോലനായ ഫ്രാൻസിസ് സേവിയർ 1ാമത്തെ അപ്പസ്തോലൻ ആയിട്ട് നമ്മൾ കണക്കാക്കുന്ന ആ തോമാസിലെ ഖബറിടത്തെങ്കിൽ ഇടയ്ക്കൊക്കെ സമയം കിട്ടുമ്പോൾ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും ഒരു വലിയ തെളിവാണ്. മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അനേകം വിദേശികളുടെ കൃതികളിൽ അവർ മാർക്കോ പോളോ തുടങ്ങിയുള്ളവരുടെ കൃതികളിൽ മൈലാപ്പൂരിൻ തോമാസിലെ ഖബറിടത്തെപ്പറ്റി പറയുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അതിനെ നമുക്ക് എതിർക്കാൻ പറ്റത്തില്ല. മാത്രമല്ല, ഒരു ഖബറിടം എന്ന് പറയുന്നതാണ് ഏറ്റവും ഒന്നാമത്തെ തെളിവ്, ഏറ്റവും ഒരു ഒറിജിനൽ പ്രൂഫ് എന്ന് പറയുന്നത്. മറ്റൊരു തെളിവും വാസം പറഞ്ഞ തേടിപ്പോകേണ്ട ആവശ്യമില്ല, കാരണം അത്ര പ്രാധാന്യം ആ ഖബറിടത്തിനുണ്ട്. പിന്നെ മറ്റൊരു കാര്യം ഈ കൂടെ പറയാറുള്ളത്, ലോകത്തിൽ 3 സ്ഥലങ്ങളിലേ ഉള്ളൂ അപ്പസ്തോലന്മാരുടെ ഖബറിടത്തിന് മുകളിൽ ബസലിക്കകൾ. ഒന്ന് നമ്മളെല്ലാം എപ്പോഴും പറയുന്നതും ബഹുമാനത്തോടുകൂടി അല്ലെങ്കിൽ ആദരവോടുകൂടി നമ്മൾ കാണുന്നതുമായ റോമിലെ പത്രോസ്ലീഹയുടെ ഖബറിടമാണ്. സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്ക. അതിൻ്റെ അടിയിലാണ് തോമാസ്ലീഹയുടെ പത്രോസ്ലീഹയുടെ ഖബറിടം. 2ാമത്തേത് സ്പെയിനിൽ സാന്തിയാഗോയിൽ യാക്കോബസ്ലീഹയുടെ ഖബറിടം. 3ാമത് ചെന്നൈയിൽ അല്ലെങ്കിൽ മൈലാപ്പൂരിൽ തോമാസ്ലീഹയുടെ ഖബറിടം. അതിന് മുകളിലുള്ള സന്തും ബസലിക്ക. ഇത് 3ഉം ഒരുപോലെ പ്രാധാന്യമുള്ളതാണ്. അത് നമ്മുടെ നാട്ടിലേത് ആയതിൻ്റെ പേരിൽ നമ്മൾ പ്രാധാന്യം കുറച്ച് കാണേണ്ട ആവശ്യമില്ല. ഈ 3നും ഒരേ പ്രാധാന്യമുണ്ട്. നമ്മൾ പത്രോസ്ലീഹയുടെ ഖബറിടത്തെങ്കിൽ റോമിൽ പോകുന്നതിനൊക്കെ അത്രയും തുല്യ പ്രാധാന്യമുണ്ട് ചെന്നൈയിൽ തോമാസ്ലീഹയുടെ ഖബറിടത്തെങ്കിൽ നാം പോകുന്നത്. തീർച്ചയായിട്ടും തോമാസ്ലീഹയുടെ ഖബറിടം നമ്മുടെ ചെന്നൈയിൽ ഉണ്ട്, മൈലാപ്പൂരിലുണ്ട് എന്നത് തന്നെ വളരെ വലിയൊരു തെളിവാണ് തോമാസ്ലീഹ ഭാരതത്തിൽ വന്നതിൻ്റെ. എങ്കിലും ചിലരൊക്കെ ഇങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട്, ഇതിനെന്തെങ്കിലും ഡോക്യുമെൻ്റൽ ആയിട്ടുള്ള തെളിവുകളുണ്ടോ, എന്തെങ്കിലും എഴുതപ്പെട്ട രേഖകളുണ്ടോ തോമാസ്ലീഹ വന്നതിന്? അപ്പം അങ്ങനെ ചോദിക്കുന്ന ഒരാളോട് നമുക്ക് എന്ത് മറുപടി പറയാൻ പറ്റും? 2ാമത്തെ തെളിവായിട്ട് വേണമെങ്കിൽ എൻ്റെ തുടർച്ചയായിട്ട് എന്നതുപോലെ പറയാം. ഈ ഖബറിടം ഉണ്ട് എന്ന് മറ്റ് ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് സ്ഥാപിക്കാൻ പറ്റും. അങ്ങനെയെങ്കിൽ തോമായുടെ നടപടികൾ, ആക്ട്സ് ഓഫ് തോമസ് എന്ന ഗ്രന്ഥം, അത് 4ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടതാണ്. എദേസയിൽ എഴുതപ്പെട്ടതാണ്. സുറിയാനിൽ ആദ്യം എഴുതി 10 വർഷങ്ങൾക്കുള്ളിൽ അത് ഗ്രീക്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു. ആ ഗ്രന്ഥത്തിൻ്റെ അവസാന ഭാഗത്ത് 13ാമത്തെ അധ്യായത്തിൽ മൈലാപ്പൂരിലെ ഖബറിടത്തെ പറ്റി പറയുന്നുണ്ട്. പക്ഷേ ഈ പുസ്തകത്തിൻ്റെ ഓതർഷിപ്പിനെ കുറിച്ച്, ആരാണ് എഴുതിയത്, എഴുത്തുകാരൻ ആരാണെന്നതിനെ കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടോ? ഈ പുസ്തകത്തിൻ്റെ ഓതർ ആരാണെന്ന് ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ബർദൈസാൻ ആണെന്ന് പറയുന്നവരുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ സ്കൂളിൽപ്പെട്ട ആരെങ്കിലുമാണ് എന്നുള്ളതല്ലാതെ ഈ ഗ്രന്ഥം ആരെഴുതി എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. അതന്നത്തെ പല ഗ്രന്ഥങ്ങളുടെയും കാര്യം അങ്ങനെയാണ്. ആരാണ് രചിച്ചത് എന്ന് പലപ്പോഴും പറയാൻ സാധിക്കത്തില്ല. പല ഗ്രന്ഥങ്ങളും ഈ അടുത്ത കാലം വരെ ഉള്ള പല ഗ്രന്ഥങ്ങൾക്കും ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം പലപ്പോഴും അവർ എഴുതിയവരത് ഞാനാണ് എഴുതുന്നത് പറയാൻ താല്പര്യപ്പെടാത്ത കാര്യം കൂടിയുണ്ട്. അതെ. അവർ ആഗ്രഹിക്കുന്നില്ല അവർ അറിയപ്പെടണം. അവർ എഴുതിയ ആ സംഗതി, ആ മെസ്സേജാണ് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടായിരിക്കും. അപ്പോൾ ഈ തോമായുടെ നടപടികൾ, ആക്ട്സ് ഓഫ് തോമസ്, വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. ചരിത്രപരമായിട്ട് ഇന്ന് നമ്മളത് പലരും വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ഗ്രീക്ക് വെർഷൻ ആണ് കൂടുതൽ പേരും യൂറോപ്യൻസ് പഠിക്കുക. കാരണം ആദ്യ സുറിയാനി ആ പുസ്തകത്തിൻ്റെ പല ഭാഗങ്ങളും നഷ്ടപ്പെട്ടു. അതേസമയത്ത് ലത്തീൻ പരിഭാഷയും ഗ്രീക്ക് പരിഭാഷയും നിലനിൽക്കുന്നു. ഇംഗ്ലീഷിൽ കാലത്തും പരിഭാഷയുണ്ട്. അപ്പോൾ അതിനെ ഏറ്റവും പ്രധാനപ്പെട്ട 2ാമത്തെ തെളിവായിട്ട് നിർത്താം. അതേസമയത്ത് ചരിത്രകാരന്മാർ പലരും, അല്ലെങ്കിൽ എഴുത്തുകാർ പലതും ആ ഗ്രന്ഥമാണ് 1ാമത്തെ തെളിവെന്ന് പറയുന്നവരുമുണ്ട്. ഈ പുസ്തകം എഴുതപ്പെട്ട കാലഘട്ടം കാലഘട്ടം 4ാം നൂറ്റാണ്ടാണ്, അല്ലെങ്കിൽ 3ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ആണ് എഴുതപ്പെടുന്നത്. അത് പഠനവിഷയമാക്കുന്നത്
വാസ്തവത്തിൽ ഈ അടുത്ത കാലത്താണ്. കാരണം കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലാണ് ഗൊൻഡഫറസ് ചക്രവർത്തിയുടെ പേരിലുള്ള നാണയങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ നിന്നും ആദ്യം കണ്ടെത്തി. പിന്നീട് പാകിസ്ഥാൻ്റെ ചില ഭാഗത്തു നിന്നും പിന്നെ ഇന്ത്യയിലെ നോർത്ത് വെസ്റ്റിൽ നിന്നും കണ്ടെത്തി. നൂറുകണക്കിന് നാണയങ്ങൾ ഗൊൻഡഫറസ് എന്ന പേരിൽ കണ്ടെത്തി. ഈ തോമായുടെ നടപടികളിൽ പറയുന്ന രാജാവ് ഗുണ്ടഫറസാണ്. ആ ഗുണ്ടഫറസ് ചക്രവർത്തിയുടെ അടുത്താണ് തോമാസ് ലീഗ ആദ്യം ചൊല്ലുന്നതും അദ്ദേഹമായിട്ട് സംസാരിക്കുന്നു. അവിടെ അദ്ദേഹം പ്രവർത്തിക്കുന്നു. ഗുണ്ടഫറസിൻ്റെ രാജ്യമായ പാർത്തിയായിലാണ് തോമാസ് ലീഗ ആദ്യം പ്രവർത്തിക്കുന്നതും. അങ്ങനെയെങ്കിൽ ഗുണ്ടഫറസ് ഒരു ചരിത്രവ്യക്തിയാണെന്ന് ഈ ഗ്രന്ഥം തെളിയിക്കുകയാണ് ഈ നാണയങ്ങളിലൂടെ. അങ്ങനെയെങ്കിൽ തോമാസ് ലീഗ ആ രാജാവിൻ്റെ അടുത്ത് പോകുന്നു, സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു ചരിത്ര സംഭവം തന്നെയാണ്. അതെ അതെ അതെ. ഇനി അടുത്ത കാലത്തെ പഠനത്തിൽ നിന്നും ഈ ഗുണ്ടഫറസ് ചക്രവർത്തിയുടെ കാലഘട്ടവും ഏതാണ്ട് തെളിവായി. AD 22 മുതൽ 49 വരെയാണ് ഗുണ്ടഫറസ് ഗുണ്ടഫർ, ഇംഗ്ലീഷിൽ ഗുണ്ടഫർ എന്ന് പറയും, അദ്ദേഹം പാർത്തിയ സാമ്രാജ്യം ഭരിക്കുന്നത്. അതിൻ്റെ ഇടയിലാണ് AD 44 മുതൽ അല്ലെങ്കിൽ 43 മുതൽ 49 വരെ തോമാസ് ലീഗ അവിടെ പ്രവർത്തിക്കുന്നു. പക്ഷെ 49 എന്ത് സംഭവിച്ചു എന്ന് വേണമെങ്കിൽ ചോദിക്കാം. 49 കുഷാന്മാർ പാർത്തിയ സാമ്രാജ്യം ആക്രമിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ കുഷാൻ ഭരണമാണ് ഇന്ത്യയിൽ സംഭവിക്കുക, നോർത്ത് വെസ്റ്റിൽ സംഭവിക്കുക. അതുകൊണ്ട് ഗുണ്ടഫറസ് സ്ഥാനത്യാഗം ചെയ്തു. തോമസ് ലീഗ തിരിച്ച് ജെറുസലത്തിന് പോകുന്നു, സ്വന്തം നാട്ടിലേക്ക് പോകുന്നു. അവിടെ ജെറുസലേം കൗൺസിൽ പങ്കെടുത്തിട്ട് രണ്ടാമത്തെ പ്രാവശ്യം ആണ് തോമസ് ലീഗ ഇന്ത്യയിലേക്ക് AD 52 നമ്മുടെ നാട്ടിൽ കൊടുങ്ങല്ലൂർ എത്തുക. തോമസ് ലീഗയുടെ ഈ 2 യാത്രകളെക്കുറിച്ച് പലർക്കും വേണ്ട വിധം അറിവില്ലാന്ന് തോന്നുന്നു. തോമസ് ലീഗ ആദ്യം ഒന്ന് വന്നു. ആദ്യത്തെ യാത്രയിൽ കേരളം വരെ അദ്ദേഹത്തിന് വരാൻ സാധിച്ചില്ല. രണ്ടാമത്തെ യാത്രയിലാണ് അദ്ദേഹം കേരളത്തിൽ എത്തുന്നത്, അല്ലേ? അതെ, ശരിയാണ്. തോമസ് ലീഗ ഈ പുതിയ പഠനത്തിൻ്റെ അല്ലെങ്കിൽ അടുത്ത കാലത്തെ പഠനത്തിൻ്റെ വെളിച്ചത്തിൽ, പ്രത്യേകിച്ച് ഈ ആക്സ് ഓഫ് തോമസിൻ്റെ പഠനത്തിൻ്റെ വെളിച്ചത്തിൽ, അല്ലെങ്കിൽ അതിൻ്റെ പിമ്പിൽ നാണയങ്ങളുടെ കണ്ടുപിടുത്തമാണ്. ഇതെല്ലാം വഴി മനസ്സിലാക്കുന്നു തോമസ് ലീഗ ആദ്യം വടക്കേന്ത്യയുടെ ഭാഗം, പൂർണ്ണമായിട്ടും അല്ല, നോർത്ത് വെസ്റ്റ് ഭാഗത്ത് പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത് ഉൾപ്പെടുന്ന പിന്നെ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും പ്രദേശങ്ങളിലാണ് 6 വർഷങ്ങളോളം സുവിശേഷ പ്രസംഗം നടത്തുന്നത്. പിന്നെ പാർത്തിയ സാമ്രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഗുണ്ടഫറസിൻ്റെ സ്ഥാനത്യാഗം കൊണ്ട് അതിന് തിരിച്ചു പോവുകയും രണ്ടാമത് ഇന്ത്യയെപ്പറ്റി മനസ്സിലാക്കിയ തോമസ് ലീഗ സൗത്തിലേക്ക്, കൊടുങ്ങല്ലൂരിലേക്ക് വരുന്നു. ഇവിടെ 52 72 മൈലാപ്പൂരിൽ രക്തസാക്ഷിയാകുന്നു. കാരണം അതും മൈലാപ്പൂരും അല്ലെങ്കിൽ തമിഴ്നാടും കേരളവും ഒക്കെ അന്ന് ഇതുപോലെ അതിർത്തികളുടെ പ്രശ്നമില്ലാത്ത ആണ്, എല്ലാം തമിഴകത്തിൻ്റെ ഭാഗമായിരുന്നു. അദ്ദേഹം ഈ സൗത്ത് ഇന്ത്യയിൽ വളരെ ഫ്രീ ആയിട്ട് 20 വർഷങ്ങളോളം പ്രവർത്തിച്ചു. അതിനുശേഷം 72 രക്തസാക്ഷിയാകുന്നു മൈലാപ്പൂര്. അപ്പം നമ്മളിപ്പം 2 പ്രധാനപ്പെട്ട തെളിവുകളെ കുറിച്ച് അച്ഛൻ സംസാരിച്ചു. ഒന്ന് തോമസ് ലീഗയുടെ കബറിടമാണ്, രണ്ടാമത്തേത് തോമായുടെ നടപടികൾ എന്ന് പറഞ്ഞ പുസ്തകമാണ്. ഇനി മറ്റെന്തെങ്കിലും പ്രധാനപ്പെട്ട തെളിവുകളുണ്ടോ തോമസ് ലീഗയുടെ വരവിനെ സംബന്ധിച്ച്? അടുത്ത തെളിവായിട്ട് നമുക്ക് പറയാവുന്നത് ഒരു പട്രിസ്റ്റിക് ലിറ്ററേച്ചർ അല്ലെങ്കിൽ സഭാപിതാക്കന്മാരുടെ കൃതികൾ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ പട്രിസ്റ്റിക് ലിറ്ററേച്ചർ ഒരു നീണ്ട കാലത്തെ, അതിൻ്റെ 3-ാം നൂറ്റാണ്ട് മുതൽ 6-ാം നൂറ്റാണ്ട് വരെയുള്ള കാലത്തെ ക്രിസ്തീയ രചനകളാണ്. സഭാപിതാക്കന്മാരുടെ രചനകളാണ് പട്രിസ്റ്റിക് ലിറ്ററേച്ചർ. അവിടെ നമുക്ക് വളരെയേറെ തെളിവുകൾ കണ്ടെത്താൻ സാധിക്കും. ഒരിജിൻ എന്ന വ്യക്തി, അലക്സാണ്ട്രിയയിൽ ഒരിജിനാണ് ആദ്യമായിട്ട് തോമസ് ലീഗയെ പറ്റി പറയുന്നത്. ഇന്ത്യയുമായിട്ട് കണക്ട് ചെയ്ത് 189 ജനിച്ച ആളാണ്, 2-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഭാഗത്ത്. അദ്ദേഹം തോമസ് ലീഗയെ പറ്റി പറയുന്നു, ഇന്ത്യയുമായിട്ട് കണക്ട് ചെയ്ത്. തുടർന്ന് നമ്മൾ പലരെയും കാണുന്നുണ്ട്. അംബ്രോസ് പിന്നെ തൻ്റെ 2 ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇസിദോർ തൻ്റെ 2-3 ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. ജെറോം അദ്ദേഹത്തിൻ്റെ 6 ഗ്രന്ഥങ്ങളിൽ തോമസ് ലീഗയെ പറ്റി സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഗ്രന്ഥങ്ങളെല്ലാം ലത്തീൻ പേരിലാണ് അറിയപ്പെടുന്നത്. പലതും ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടില്ല. നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ നമ്മൾ വിവർത്തനം ചെയ്യുന്നതേ ഉള്ളൂ. കൂടാതെ ക്രിസോസ്റ്റോം പറയുന്നുണ്ട്. പിന്നെ ഗ്രിഗറി ഓഫ് ടൂർസ്, അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് പുസ്തകമാണ് ഇൻ ഗ്ലോറിയ മർത്തീരും, രക്തസാക്ഷികളുടെ മഹത്വവും. അവിടെ അദ്ദേഹം തോമസ് ലീഗ ഇന്ത്യയിൽ രക്തസാക്ഷിത്വം ഭരിച്ചു എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ഏതാണ്ട് 40ഓളം റെഫറൻസസ് സഭാപിതാക്കന്മാരുടെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. തോമസ് ലീഗ ഇന്ത്യയിൽ സുവിശേഷ വേല ചെയ്തുവെന്നും അദ്ദേഹം ഇന്ത്യയിൽ തന്നെ രക്തസാക്ഷിയായി എന്നും
അപ്പോൾ ധാരാളം തെളിവുകൾ പിതാക്കന്മാരുടെ എഴുത്തുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ടല്ലേ? പക്ഷേ നമ്മളിങ്ങനെ ചെറുപ്പം മുതലേ വേദപാഠമൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്നതാണ്. തോമസ് ലീഹായോട് ബന്ധപ്പെട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് തോമാസ് ലീഹ സ്ഥാപിച്ച 7 പള്ളികളെക്കുറിച്ച്. അതിൻ്റെ ആ ഒരു ചരിത്രപരമായിട്ടുള്ള വസ്തുതകളും അതിന് പിന്നിലെ കാര്യങ്ങളൊക്കെ അച്ഛനൊന്ന് പറയാൻ പറ്റുമോ? 7 പള്ളികൾ തോമാസ് ലീഹായും. ഇത് വളരെ സാധാരണമായ ഒരു സംശയമാണ് ആളുകൾക്കുണ്ടാകുന്നത്. 7 പള്ളികൾ അര 7 പള്ളികളെന്ന് പറഞ്ഞാൽ മനസ്സിലാവും, 8 പള്ളികളെന്ന് മനസ്സിലാവും. 7 അര എന്തുകൊണ്ടാണ്? 7 എന്ന് പറയുന്നത് 7 ഇമ്പോർട്ടൻ്റ് ചർച്ചസ് എന്ന ഇംഗ്ലീഷ് പ്രയോഗത്തിൻ്റെ മലയാള പരിഭാഷയായി. കാരണം നമുക്കറിയാം, നമ്മുടെ ചരിത്രം രേഖപ്പെടുത്താൻ തുടങ്ങിയത് യൂറോപ്യൻ മിഷണറിമാർ വന്നതിന് ശേഷമാണ്. അവർ രേഖപ്പെടുത്തിയത് 7 ഇമ്പോർട്ടൻ്റ് ചർച്ചസ് ഫൗണ്ടഡ് ബൈ സെൻറ്റ് തോമസ് ലീഹ സ്ഥാപിച്ച 7 പ്രധാന ദേവാലയങ്ങൾ ആ രൂപത്തിൽ, അല്ലെങ്കിലും സഭാ സമൂഹങ്ങൾ. എങ്കിൽ ഈ അര എവിടുന്ന് വന്നത്? അതെ, അപ്പോൾ 7 പ്രധാനപ്പെട്ട മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യും. പഴയ മലയാളത്തിൽ 7 അരപ്പള്ളികളാണ്. അങ്ങനെയാണ്. അരപ്പള്ളികളാണ്. 7 അല്ല, 7 അരപ്പള്ളികൾ, 7 പ്രധാന പള്ളികൾ. അര എന്നുള്ളത് നമ്മുടെ അരമന എന്ന സാധാരണ പ്രയോഗമാണ്. അരയൻ രാജാവാണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട എന്നർത്ഥമാണ് അര എന്ന് പറയുമ്പോൾ. 7 പ്രധാന പള്ളികൾ എന്നേ അർത്ഥമുള്ളൂ, അല്ലാതെ വേറൊരു അരപ്പള്ളിയായിട്ട് നമുക്ക് അതിനെ വിശേഷിപ്പിക്കേണ്ട ആവശ്യമില്ല. പലരും എനിക്ക് തോന്നുന്നു ഇങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് 7 അരപ്പള്ളികൾ എന്നുള്ളത്. കാരണം 7 പള്ളികളുടെ പേര് പറയുന്നതും പാലിയൂർ മുതൽ കൊല്ലം വരെ ഉള്ള 7 പള്ളികൾ, അവിടെയെല്ലാം 7 ഇമ്പോർട്ടൻ്റ് ചർച്ചസ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത് 7 പള്ളിയുടെ പേരേ ഉള്ളൂ. അതേസമയം പലരും ഇന്ന് ഈ അരപ്പള്ളി എന്നുള്ള അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഞങ്ങളുടെ പള്ളിയാണ് എന്ന് പറയാൻ വേണ്ടി പലപ്പോഴും പല ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അറിയാതെ സംഭവിക്കുന്നതായിരിക്കും അത്. അതേസമയം 7 പള്ളികൾ തോമാസ് ലീഹ അല്ലെങ്കിൽ സമൂഹങ്ങൾ സ്ഥാപിച്ചു. ആ 7 പള്ളികളും അന്നത്തെ പ്രധാന ഇവിടുത്തെ പട്ടണങ്ങൾ തന്നെയായിരുന്നു. ഇന്നത്തെ രൂപത്തിൽ പട്ടണങ്ങളെ നമുക്ക് കാണാൻ പാടില്ല എങ്കിലും വരണം, കൊല്ലം, പാലിയൂർ എല്ലാം അന്നത്തെ നിലയ്ക്കൽ, ഇതെല്ലാം അന്നത്തെ പ്രധാന പട്ടണങ്ങളായിരുന്നു. 7 പ്രധാനപ്പെട്ട പട്ടണങ്ങളായിരുന്നു അച്ഛൻ പറഞ്ഞു. ഇതിൽ പാലിയൂർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പട്ടണം തന്നെ ആയിരുന്നല്ലോ. അപ്പോൾ അവിടെ ഇങ്ങനെ തോമാസ് ലീഹ ധാരാളം ഹൈന്ദവരായിട്ടുള്ള ഉന്നത ജാതീയരായിട്ടുള്ള ഹൈന്ദവരായിട്ടുള്ളവരെ ക്രിസ്തു മതത്തിലേക്ക് ചേർത്തി, അല്ലെങ്കിൽ അവർക്ക് ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു എന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ കേൾക്കാനും പഠിക്കാനൊക്കെ ആയിട്ട് ഇടയായിട്ടുണ്ട്. ആ ഒരു സംഭവത്തെക്കുറിച്ച് അച്ഛനൊന്ന് പറയാൻ പറ്റും? AD 52 കൊടുങ്ങല്ലൂർ വന്ന തോമാസ് ലീഹ കൊടുങ്ങല്ലൂർ അന്നത്തെ ചേര രാജ്യത്തിൻ്റെ ക്യാപിറ്റലായിരുന്നു. അതുകൊണ്ടാണ് അവിടെ എത്തുന്നത്. പിന്നെ തുറമുഖ പട്ടണവുമായിരുന്നു. അവിടുന്ന് തോമാസ് ലീഹ ആദ്യം പോകുന്നത് പാലിയൂർക്കാണ്. അവിടുന്ന് ഒരു 25 കിലോമീറ്ററോളം വടക്കോട്ട് പോകുന്നു. പാലിയൂർ അന്ന് നല്ലൊരു ഹൈന്ദവ കേന്ദ്രമായിരുന്നു. അന്ന് എല്ലാ അപ്പോസ്തലന്മാരും തോമാസ് ലീഹ ഉൾപ്പെടെയുള്ള ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോകുന്ന എല്ലാവരും തീക്ഷ്ണത കൊണ്ട് പോവുകയാണ് അവളുടെ ഗുരുവിനെ പറ്റി പ്രസംഗിക്കാൻ. അങ്ങനെ പാലിയൂർ പല സ്ഥലത്തെത്തുന്നു. അവിടെ കുളിച്ചുകൊണ്ടിരുന്ന കുറേ ഈ ഹൈന്ദവരുടെ അടുത്തേക്ക് അദ്ദേഹം ചെല്ലുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അവർ വരുന്നു. അവരോട് അദ്ദേഹം ഈശോയെപ്പറ്റി അന്നത്തെ രീതിയിൽ സംസാരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ചില ചിത്രീകരണങ്ങൾ ഇന്ന് പലയിടത്തും കാണാം. അവിടെയും അവർ ഭംഗിയായിട്ട് ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു സാധാരണമായിട്ടുള്ള സംശയം എന്ന് പറയുന്നത് ഈ ഭാഷയുടെ ഒരു പ്രശ്നം അവർക്കിടയിൽ ഉണ്ടായിക്കാണില്ലേ? അതെ, അത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അങ്ങനെ ഒരിക്കൽ ജോൺ ക്രിസോസ്റ്റോം, അദ്ദേഹം സഭാപിതാവാണ്, 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ആളാണ്. അദ്ദേഹം ഏറ്റവും നല്ല പ്രസംഗകനായിരുന്നു അന്നത്തെ. അങ്ങനെയാണ് അദ്ദേഹത്തിന് ക്രിസോസ്റ്റോം എന്ന പേര് തന്നെ കിട്ടിയത്. അദ്ദേഹത്തോട് ആളുകൾ ഇതേ ചോദ്യം ചോദിക്കുന്നുണ്ട്. അന്ന് ഈ അപ്പോസ്തലന്മാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയി എങ്ങനെ ഈ വിവിധ ഭാഷകളിൽ ആളോട് സംസാരിക്കും? വാസ്തവത്തിൽ അന്നൊരു ഭാഷ സംസാരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ വേറൊരു വ്യക്തിയോട് സ്വന്തം ആളുകളോടല്ല, പുറത്തുള്ള ഒരാളോട് സംസാരിക്കാൻ പറ്റുന്ന ഒരു ചെറിയ ശതമാനമേ ഉള്ളൂ. അടുത്ത കാലത്താണ് ഇങ്ങനെ ചില ഭാഷകളിലൂടെ എല്ലാവരോടും കമ്മ്യൂണിക്കേഷൻ സാധിക്കുന്നത്. അതേസമയം അന്ന് അതിന് ജോൺ ക്രിസോസ്റ്റോം കൊടുത്ത മറുപടി ഇതാണ്. അദ്ദേഹം ഒരു ചോദ്യത്തിലൂടെയാണ് അതിന് മറുപടി കൊടുക്കുന്നത്. അദ്ദേഹം ചോദിക്കുന്നത്, ഈശോ ഉത്ഥാനം ചെയ്തതിന് ശേഷം സ്വർഗാരോഹണം വരെയുള്ള കാലഘട്ടം 40 ദിവസം എവിടെയായിരുന്നു ജീവിതത്തോട് ചോദിക്കുകയാണ്. അപ്പോൾ ജനത്തിന് മറുപടി പറ്റുന്നില്ല. അപ്പോൾ ക്രിസോസ്റ്റോം പറയുകയാണ്, തോമാസ് ലീഹായോടൊപ്പം ഇന്ത്യയിലും, പത്രോസിനോടൊപ്പം റോമിലും, യോഹന്നാനോടൊപ്പം എഫേസൂസിലും, അങ്ങനെ ഓരോ അപ്പോസ്തലന്മാരോടും കൂടെ ഓരോ രാജ്യത്തും, കടലിനടിയിലും, ആകാശത്തും എല്ലായിടത്തുമായിരുന്നു.
അങ്ങനെ ഉള്ള ആ അങ്ങനെ ഉള്ള ദൈവത്തിന് തീർച്ചയായിട്ടും ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭാഷ ഒരിക്കലും തടസ്സമാകത്തില്ല എന്നൊരു നല്ല ഉത്തരമാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഭാഷ ഒരു തടസ്സമാകുന്നില്ല. അതല്ല, ഇന്നത്തെ ബാരിയേഴ്സാണ് രാജ്യങ്ങളും ഭാഷകളുമൊക്കെ. അന്ന് എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ പറയുന്നു, അത് മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ അത് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുക. അപ്പോസ്തലന്മാരെല്ലാം നമ്മൾ കാണുന്നുണ്ട്. ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസിൽ വളരെയേറെ അത്ഭുതങ്ങൾ ചെയ്യുന്നത്. തോമാസ് ലീഹ അങ്ങനെ അത്ഭുതങ്ങൾ ചെയ്യുന്നതായിട്ടാണ് നമ്മൾ ഈ പാലൂരും അല്ലെങ്കിൽ കോക്കമംഗലത്തൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത്. ചില അത്ഭുതങ്ങൾ കാണിക്കുന്നു, വെള്ളം മുകളിലേക്ക് ഇറങ്ങുന്നു, വെള്ളം അവിടെ നിൽക്കുന്നു. അതെ അതെ അതെ, ആ കഥ കേട്ടിട്ടുണ്ട്. അതെ, അങ്ങനെ എന്തെങ്കിലും ചെയ്ത് അപ്പം ഇയാൾ നോക്ക് ഒരു പ്രത്യേക ആളാണ്, വിദേശിയാണ്, ആൾ പറഞ്ഞത് കേൾക്കാം. അങ്ങനെ ഒരു താല്പര്യം ഈ പുതിയ മതത്തോട് തോന്നിക്കുന്നതാണ്. അല്ലാതെ കൃത്യമായിട്ട് അവരെ ബൈബിൾ മുഴുവൻ പഠിപ്പിച്ച് ക്രിസ്ത്യാനികളാക്കി നോക്കിയും പറയാൻ പറ്റത്തില്ല. പക്ഷെ അതുപോലെ തന്നെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഈ ഉന്നത ജാതീയരായിട്ടുള്ള ഹൈന്ദവരെയാണ് മാമോദീസ കൊടുത്തതെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അത് വെറുതെ പറയുന്നതാണോ, അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ അതെന്തുകൊണ്ടാണ് ഇവരെ മാത്രം സെലക്ട് ചെയ്ത് മാമോദീസ കൊടുത്തത്, അല്ലെങ്കിൽ ഇവർക്ക് മാത്രം എന്തുകൊണ്ട് മാമോദീസ നൽകാനായിട്ട് ഇടയായി എന്നതിനെ കുറിച്ചൊന്ന് പറയാം. 1-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ശൈവൈസ്, വൈഷ്ണവൈസ്, ബ്രാഹ്മണാസ് അങ്ങനെ 2-3 വിഭാഗങ്ങളാണ് ഹൈന്ദവ മതത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നത്. അതിൽ ഈ ഭാഗത്തെല്ലാം കൂടുതലും ബ്രാഹ്മണാസ് ആയിരുന്നു. എന്നോർത്ത് ബ്രാഹ്മണന്മാർ അല്ലെ നമ്പൂതിരിമാർ എന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഉയർന്ന ഹൈന്ദവരിലെ ഉയർന്ന വിഭാഗമാണ്. അവർക്കാണ് കുറേയെങ്കിലൊക്കെ അറിവുള്ളതും മറ്റുള്ളവരോടൊക്കെ ബന്ധപ്പെടാൻ അവസരമുള്ളതും. അല്ലാത്തവർ വളരെ ഒഴിഞ്ഞ് വേറെ എവിടെയെങ്കിലും താമസിക്കുകയുള്ളൂ. ഇദ്ദേഹം ഒരു വിദേശിയാണ്. രാജാവിനെ പോയി കണ്ടയാളാണ്. ഗുണ്ടഫറസ് രാജാവിനോട് സംസാരിച്ചതാണ്. അതിനുശേഷം പിന്നീട് അദ്ദേഹം മരിക്കുന്നത് മസ്തായി ചക്രവർത്തിയുടെ കിങ്കരന്മാർ വഴിയാണ്. ഇങ്ങനെ ഒരു വിദേശിയോടൊക്കെ സംസാരിക്കാൻ അവസരം കിട്ടുന്നത് ഉയർന്ന വിഭാഗത്തിനേ ഉള്ളൂ സമൂഹത്തിലെ. അതുകൊണ്ടാണ് നമ്മളങ്ങനെ ഹൈന്ദവരിലെ ഉയർന്ന വിഭാഗം ആണ് തോമാസ് ലീഹ എന്നും ആദ്യം മാമോദീസ സ്വീകരിച്ചതെന്ന് പറയാം. പിന്നെ മാത്രമല്ല, മറ്റൊരു വലിയ തെളിവ് പോർച്ചുഗീസുകാർ ആദ്യം നമ്മുടെ ചരിത്രം എഴുതിയപ്പോൾ നമുക്കിവിടെ ഉണ്ടായിരുന്ന അവകാശങ്ങൾ എല്ലാവരും സൂചിപ്പിക്കുന്നുണ്ട്. അവകാശങ്ങൾ പിന്നെ അത് ചെപ്പേലുകളുടെ വെളിച്ചത്തിലാണ്. സുറിയാനി ചെപ്പേൽ, സിറിയൻ കോപ്പർ പ്ലേറ്റ്സ്. ആ സിറിയൻ കോപ്പർ പ്ലേറ്റ്സിൽ കൊടുത്തിരിക്കുന്ന അവകാശങ്ങൾ, ആ അവകാശങ്ങൾ അന്നത്തെ ഇവിടുത്തെ ഉയർന്ന ഹൈന്ദവർക്കും ഉള്ള അവകാശങ്ങൾ തന്നെയായിരുന്നു. അപ്പം അങ്ങനെ പല കാരണങ്ങൾ നമുക്ക് നിരത്താൻ സാധിക്കും. ഉയർന്നവരെയാണ്, അന്നത്തെ ജനത്തിലെ ഉയർന്ന വിഭാഗത്തെയാണ്, അല്ലെങ്കിൽ ഉള്ളതിലെ ഉയർന്ന വിഭാഗത്തെയാണ് തോമാസ് ലീഹ ക്രിസ്ത്യാനികളാക്കിയത് എന്ന് നമുക്ക് ന്യായമായിട്ടും വിശ്വസിക്കാം. അവർക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു വിദേശിയോടും ഒക്കെ ബന്ധപ്പെടാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു. അന്നത്തെ ഒരു കൾച്ചറൽ കോണ്ടെക്സ്റ്റിന്റെ ഒരു പ്രത്യേകതയായിരുന്നിരിക്കണം അതല്ലേ? ഓക്കെ. അച്ഛൻ ധാരാളം തെളിവുകൾ പറഞ്ഞു. ഇനി മറ്റെന്തെങ്കിലും തെളിവുകളുണ്ടോ തോമാസ് ലീഹയുടെ വരവിനെ സാധൂകരിക്കുന്നതായിട്ട്? ഇനിയും വാസ്തവത്തിൽ പല വിദേശ തെളിവുകളുമുണ്ട്, പിന്നെ നാട്ടിലേതുമുണ്ട്. നാട്ടിലേത് അല്ലെങ്കിൽ സ്വദേശത്തേത് തോമാസ് ലീഹയിൽ നിന്ന് മാമോദീസ സ്വീകരിച്ച കുടുംബങ്ങളുടെ പേരുകൾ ഇപ്പോഴും നമ്മൾ പറയുന്നുണ്ട്. റംബാൻ പാട്ടിലൊക്കെ പറയുന്നൊരു വെളിച്ചത്തിൽ കള്ളി, കാളികാവ്, ശങ്കരപുരി, പകലോമറ്റം ഇപ്പോഴും ആ പല വീട്ടുപേരുകളും നിലനിൽക്കുന്നുണ്ട് തലമുറകളായിട്ട് തുടർന്ന്. അതൊരു നല്ല തെളിവാണ്. എന്നിടത്ത് മുഴുവനും നമ്മളങ്ങനെ വിചാരിക്കേണ്ട, ആ വീട്ടുകാരുള്ളവരെല്ലാം നേരെ മാമോദീസ വിചാരിക്കേണ്ട. പക്ഷേ ആ പേരുകൾ നിലനിൽക്കുന്നു. കൂടാതെ വിദേശത്തെ പല റീത്തുകളിലും യാമപ്രാർത്ഥനകളിൽ തോമാസ് ലീഹയെ പറ്റി പ്രതിപാദിക്കുന്ന പ്രാർത്ഥനകൾ കാണാൻ സാധിക്കും. യാമപ്രാർത്ഥനകൾ പ്രത്യേകിച്ച് പൗരസ്ത്യ സുറിയാനി സഭയുടെ പാരമ്പര്യത്തിൽ ജൂലൈ 3 ആ ആഴ്ച മുഴുവനും തോമാസ് ലീഹയെ അനുസ്മരിക്കുന്ന പ്രാർത്ഥനകൾ ഉണ്ട്. പിന്നെ ബൈസൻ്റെയിൻ റീത്തിലും ലത്തീൻ റീത്തിലും എല്ലാം ഒരു ദിവസം തോമാസ് ലീഹയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. തോമാസ് ലീഹ ഇന്ത്യയുടെ അപ്പസ്തോലനാണെന്നും അവിടെ കൃത്യമായിട്ട് പറയുന്നുമുണ്ട്. ഏതാണ്ട് 7-ാം നൂറ്റാണ്ട് മുതലുള്ള പ്രാർത്ഥനകൾ നമുക്ക് ഈ റീത്തുകളിൽ കാണാൻ സാധിക്കും. അതിൻ്റെ അകത്ത് അത്ര പഴക്കമുള്ള വിശ്വാസം ആണ്, ഇന്ത്യയുമായിട്ട് വിശ്വാസമാണ് ഈ തോമാസ് ലീഹയുടെ ഇന്ത്യൻ രക്തസാക്ഷ്യത്തെ പറ്റി നമ്മളിവിടെ കാണുക. ഇതെല്ലാം തെളിവുകൾ തന്നെയാണ്. റംബാൻ പാട്ടുകളെ കുറിച്ച് സൂചിപ്പിച്ചല്ലോ. ഈ പാട്ടുകൾക്ക് തോമാസ് ലീഹ ആയിട്ട് ഡയറക്റ്റായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ എഴുതപ്പെട്ടത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന റംബാൻ പാട്ട് അത് നല്ല മലയാളത്തിലാണ് അടുത്ത കാലത്ത് അത് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ പഴയ കാലത്തും ഉള്ളതല്ല. റംബാൻ പാട്ട് എന്ന് പറയാൻ കാരണം ഒരു റംബാൻ അത് അങ്ങനെ നല്ല ഭാഷയിൽ എഴുതി
വിവർത്തനം ചെയ്തതിൻ്റെ പേരിലാണ് റമ്പാൻ പാട്ടെന്ന് പറയുന്നത്. വാസ്തവത്തിൽ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ തോമാസ് ലീഗായുടെ കാലത്തെ കാര്യങ്ങളാണ്. പക്ഷെ അതിന് പല വേർഷൻസിൽ ഇടയ്ക്കോട്ടായി. ആദ്യത്തേത് പിന്നീട് 16ാം നൂറ്റാണ്ടിൽ പിന്നീട് വീണ്ടും നല്ല മലയാളത്തിലാക്കി. ഇനി അടുത്ത കാലത്ത് വീണ്ടും നല്ല മലയാളത്തിലാക്കിയിട്ടുണ്ട്. ഇതിനെപ്പറ്റിയും പോർച്ചുഗീസുകാരുടെ പിന്നെ കർമ്മീത്താക്കാരുടെയും ചില ഗ്രന്ഥങ്ങളിൽ ഈ റമ്പാൻ പാട്ടിനെ പറ്റി പറയുന്നതെന്നും അതിൻ്റെ പഠനം മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഇത് ഏത് നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടു, 1-ാം നൂറ്റാണ്ടിൽ തന്നെ ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. 4, 5, 6 നൂറ്റാണ്ടുകളിലായിരിക്കാം അത് എഴുതപ്പെടുന്നത്. പക്ഷേ അതിൻ്റെ ഇന്നിപ്പോൾ ഉള്ളത് വളരെ ലേറ്റസ്റ്റ് വെർഷനാണ് എന്നുള്ള വ്യത്യാസമാണുള്ളത്. അച്ഛാ, അപ്പോൾ ധാരാളം തെളിവുകൾ അച്ഛൻ പറഞ്ഞു തോമാസ് ലീഹ ഭാരതത്തിൽ വന്നത് എന്നതിനെ സാധൂകരിക്കുന്നത്. അപ്പം ഈ തെളിവുകളെല്ലാം കൂടെ നമുക്ക് വായിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു പുസ്തകമുണ്ടോ? പുസ്തക രൂപത്തിൽ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എവിടെയെങ്കിലും അവൈലബിൾ ആണോ പുസ്തകങ്ങൾ? ഈ വക കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് പറയാത്ത കാര്യങ്ങൾ ഇനിയുമുണ്ട്, തെളിവുകളൊക്കെ ആയിട്ട് ധാരാളം. ഇതെല്ലാം പിന്നെ എൻ്റെ വിശദവിവരണത്തിലേക്ക് നമ്മൾ പോയിട്ടുണ്ട്. അതെ അതെ ഇതെല്ലാം ലഭ്യമായ ചില ഗ്രന്ഥങ്ങളുണ്ട്. ഒരു പ്രധാന പുസ്തകം തോമാസ് ലീഗായുടെ രക്തസാക്ഷിത്വവും മൈലാപ്പൂർ കബറിടവും എന്നുള്ളതാണ്. അപ്പോൾ ആ രക്തസാക്ഷിത്വം പൂർണ്ണമായിട്ടും അതിനകത്ത് ഒരു 150-190 പേജുള്ള പുസ്തകമാണ്. ഇത് വളരെ വിശദീകരിച്ച് പറയുന്നുണ്ട്. എല്ലാ ചരിത്രരേഖകളും ഇതിൻ്റെ ഫുട് നോട്ടിൽ കൊടുക്കുന്നുണ്ട്. മറ്റൊരു പുസ്തകമാണ് തോമാസ് ലീഗയും കേരളവും. സൗത്ത് ഇന്ത്യയിലെ തോമാസ് ലീഗായുടെ പ്രേക്ഷിത പ്രവർത്തനം, അല്ലെങ്കിൽ തോമാസ് ലീഗായുടെ ഇന്ത്യയിലെ രണ്ടാമത്തെ പ്രേക്ഷിത പ്രവർത്തനം. ആ ഒരു 250 പേജുള്ള പുസ്തകമാണ്. അതിൽ വളരെ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. മൂന്നാമതൊരു പുസ്തകമാണ് സെൻറ്റ് തോമസ് ഇൻ ഇന്ത്യ പട്രിസ്റ്റിക് എവിഡൻസസ്. തോമാസ് ലീഗായുടെ പ്രേക്ഷിത പ്രവർത്തനം, പിന്നെ സഭാപിതാക്കന്മാരുടെ സാക്ഷ്യങ്ങൾ, അതും ഗ്രീക്ക്, ലത്തീൻ ഭാഷകളിലെ ഡോക്യുമെൻസിൻ്റെ വെളിച്ചത്തിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഇതുകൂടാതെ മറ്റു പല ഗ്രന്ഥങ്ങളും ഉണ്ട്. എങ്കിൽ പ്രധാനമായിട്ടും ഈ 3 ഗ്രന്ഥങ്ങളാണ് ഈ വിഷയം പൂർണ്ണമായിട്ടും കവർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അച്ഛൻ ഇങ്ങനെ ധാരാളം വർഷങ്ങൾ സഭാചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണല്ലോ. അപ്പം ഇതിലേതെങ്കിലും പുസ്തകങ്ങൾ അച്ഛൻ എഴുതിയതാണോ, അതോ അച്ഛൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടോ എന്ന് പറയാം? ഇപ്പോൾ ഞാൻ പറഞ്ഞ പുസ്തകങ്ങൾ 3ഉം എൻ്റെ തന്നെ പുസ്തകങ്ങളാണ്. അതുകൊണ്ടാണ് ഈ വിഷയം തന്നെയാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് ഞാൻ പറയാൻ കാരണം. ഓക്കെ. അച്ഛൻ ഈ പുസ്തകങ്ങൾക്ക് അച്ഛനെ സഹായിച്ച മറ്റ് ഗ്രന്ഥങ്ങൾ എന്തെങ്കിലും എടുത്തു പറയാനായിട്ടുണ്ടോ? കാരണം ഞാൻ വിദേശത്ത് റോമിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ ഉദ്ദേശം ഡോക്ടറേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ സാധിക്കുന്നിടത്തോളം രേഖകൾ കളക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. പ്രത്യേകിച്ച് ലിഥുവേനിയനിലും ഗ്രീക്കിനും പിന്നീട് പോർച്ചുഗീസിലും ഉള്ള ഡോക്യുമെൻറ്റ്സ് കളക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. പിന്നെ ആർക്കൈവ്സ് ഇങ്ങനെ സമയം കിട്ടുമ്പോഴെല്ലാം ആർക്കൈവ്സ്, വറ്റിക്കാൻ ആർക്കൈവ്സ് തുടങ്ങിയുള്ള ആർക്കൈവ്സിൽ പോവുക എന്നുള്ളതായിരുന്നു. അങ്ങനെ കളക്ട് ചെയ്ത മെറ്റീരിയൽസിൻ്റെ വെളിച്ചത്തിലാണ് ഈ പുസ്തകം എഴുതിയിട്ട്. വിവിധ ഭാഷകളിൽ എഴുതപ്പെട്ട മെറ്റീരിയൽസിന്റെ ഒരു കോമ്പിനേഷനാണ്. ഒപ്പം തന്നെ അച്ഛൻ്റെ സ്വയമുള്ള റിസർച്ചിൻ്റെ ഒക്കെ ഒരു ഫലമാണ് ഈ പുസ്തകങ്ങൾ, അല്ലേ? ഓക്കെ. ഈ പുസ്തകങ്ങൾ നമുക്ക് എവിടെ അറിയാം അവൈലബിൾ ആയിട്ട്? നമുക്ക് ഓൺലൈനായിട്ട് അവൈലബിൾ ആണോ, അതോ ഏതെങ്കിലും സ്റ്റോറുകളിലൊക്കെ അവൈലബിൾ ആണോ? ഓൺലൈനിലായിട്ട് 1-2 പുസ്തകമേ ഉള്ളൂ. അതേസമയം മേജർ സെമിനാരികളുടെ ലൈബ്രറികളിൽ ലഭ്യമാണ്. അപ്പോൾ ഈ ഒരു കുറഞ്ഞ സമയം തോമാസ് ലീഹയുടെ കേരളത്തിലേക്കുള്ള വരവിനെക്കുറിച്ചും ആ വരവിനെ സാധൂകരിക്കുന്ന തെളിവുകളെക്കുറിച്ചൊക്കെ വളരെ മനോഹരമായിട്ടും വളരെ ലളിതമായിട്ടും നമുക്ക് ജെയിംസ് പുളിറുമിൽ അച്ഛൻ വിശദീകരിച്ച് തരികയായിരുന്നു. അപ്പം ഏറ്റവും സ്നേഹത്തോടെ അച്ഛന് ഞങ്ങൾ എല്ലാവരുടെയും പേരിൽ ഹൃദയംഗമായിട്ട് നന്ദി അർപ്പിക്കുകയാണ്. ഒപ്പം തന്നെ നമുക്കറിയാം, ഇന്ന് ജൂലൈ 3 ദുഃഖ്രാന തിരുനാൾ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്നതിൻ്റെ വിശ്വാസ തീക്ഷ്ണത നിറഞ്ഞ പ്രഖ്യാപനത്തിലൂടെ ഈശോയുടെ സുവിശേഷത്തെ നെഞ്ചേറ്റിക്കൊണ്ട് ലോകത്തിൻ്റെ അതിർത്തികൾ വരെ പോയി ഈശോയെ പ്രഘോഷിക്കാനായിട്ട് ധൈര്യം കാണിച്ച ഒരു മഹാനായിട്ടുള്ള അപ്പസ്തോലനെ നാം ഇന്ന് ഓർക്കുകയാണ്. ഈ തോമാസ് ലീഹയുടെ ഭാരതത്തിലേക്കുള്ള വരവിനെക്കുറിച്ചും അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള തെളിവുകളെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കുകയായിരുന്നു. മനസ്സിലാക്കേണ്ടത് ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണെന്നും ഞാൻ കരുതുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും, കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യൂവേഴ്സിനും ഈ ഒരു സെഷൻ ഉപകാരപ്രദമായി എന്ന് കരുതുകയാണ്. ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഫീസ്റ്റിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.